നമ്മൾ ഇന്ന് ഡിസ്കസ് വന്നത്. അപ്പോ ഇങ്ങനെ ശ്ലോകം ഒന്ന് വായിക്കാം. ഓക്കെ. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ നാഭിജുഗുപ്സതേ. ഇപ്പൊ ശ്ലോകത്തിന്റെ പദപദമായിട്ടുള്ള അർത്ഥം യാതൊരുവൻ തു പക്ഷേ സർവാണി സകല ഭൂതാനി വസ്തുക്കൾ ആത്മാനി ഭഗവാനുമായി ബന്ധപ്പെട്ട് ഏവ മാത്രം അനിപശ്യതി വ്യവസ്ഥാപിതമായി ദർശിക്കുന്നു സർവഭൂതേഷു സർവചരാചരങ്ങളിലും ആത്മാനം പരമാത്മാവിനെ തഥാ അതു കാരണം ന ഇല്ല വിദുഗുപ്സതെ വെറുക്കുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ചില പ്രഭുപാദിക്ക് വിവർത്തനം. ഏവൻ ഭഗവാനുമായി ബന്ധപ്പെടുത്തി സകലനെയും ദർശിക്കുന്നുവോ സർവ ജീവരാശികളെയും അവിടുത്തെ വിഭിന്നാംശങ്ങളായി കാണുന്നുവോ ഏതൊരുവൻ സർവ്വതിലും പരമപുരുഷനെ ദർശിക്കുന്നുവോ ആ വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ശ്ലോകത്തില് വിവർത്തനം ചില പ്രഭുപാദ് ഇപ്പൊ സകല വസ്തുക്കളെയും, അതായത് എല്ലാ ജീവനുള്ളതായിക്കോട്ടെ ജീവനില്ലാത്തവരുടെ ചരങ്ങളും അചരങ്ങളുമായിട്ട് എല്ലാ വസ്തുക്കളും സകല വസ്തുക്കളെയും പരമ ദിവ്യോത്തമ പുരുഷനായി ബന്ധപ്പെടുത്തി ദർശനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് മഹാഭാഗവത എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ആ മഹാഭാഗവതയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മുടെ ആധ്യാത്മിക ഇതിന്റെ ഉത്തമ ശൈലിയിൽ നിൽക്കുന്ന ആളാണ് ഈ ഭാഗവതം എന്നറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് 3 ഘട്ടങ്ങളായിട്ടുള്ളത്. 3 ഘട്ടങ്ങളാണ് ഭഗവാന്റെ സാന്നിധ്യം സാക്ഷാത്കരിക്കുന്ന വ്യക്തികളായിട്ടുള്ളത്. ഒന്ന് കനിഷ്ഠ അധികാരി. ഈ കനിഷ്ഠ അധികാരിയുടെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാല്, കനിഷ്ഠ അധികാരികൾ അതായത് ഭക്തന്മാരുടെ 3 തരത്തിലാണ് ഇതായിട്ട് വന്നിരിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം സാക്ഷാത്കരിക്കാനായിട്ട് 3 തരത്തിലുള്ളവരാണ്. കനിഷ്ഠ അധികാരിയുണ്ട്, മധ്യമാധികാരിയുണ്ട്, ഉത്തമാധികാരിയുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ കനിഷ്ഠാധികാരിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. കനിഷ്ഠാധികാരി സാക്ഷാത്കാരത്തിന്റെ ആദ്യ പടിയിൽ ഉള്ളവരാണ്. ഓക്കെ. അത്തരം വ്യക്തികൾ അമ്പലത്തിലല്ലാതെ മറ്റൊരിടത്തും ഭഗവാനെ ദർശിക്കുന്നില്ല. അവർ പോകുന്ന സ്ഥലം എവിടെയാണോ അവിടെ മാത്രമേ ഭഗവാനുള്ളൂ എന്നുള്ള ചിന്തയാണ് അവർക്ക്. അതിന്റെ തുടക്കക്കാരാണല്ലോ അവര്. അതുപോലെ ഭക്തിസേവനമായി അവർക്ക് യാതൊരു തന്നെ അറിവില്ല. കാരണം അവർ ഗുരു പരമ്പരയിലോ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിലോ ഒന്നും അല്ല അവര് നിൽക്കുന്നത്. അതുകൊണ്ട് ഭക്തിസേവനം അവർക്ക് യാതൊരു തന്നെ അറിവുണ്ടാവില്ല. പിന്നെ ഭൗതികതയിലായിരിക്കും അവർ കൂടുതലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഭക്തിയിൽ അവര് ആഗ്രഹമുണ്ട് ഉള്ളില് ഭക്തി മാർഗത്തിൽ മുന്നേറുന്നത്. അതുകൊണ്ടാണ് അവർ ചെറിയ അമ്പലത്തിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പോകുന്നത്. പിന്നെ ഭഗവാനെ സാക്ഷാത്കരിച്ചവർ എങ്ങനെയെന്നോ അവിടെ എത്തിയെന്ന് അദ്ദേഹത്തിന് യാതൊരു അറിവുണ്ടാവില്ല. കാരണം ഫിലോസഫിക്കലായിട്ട് അദ്ദേഹത്തിന് യാതൊരു പരിജ്ഞാനം ഉണ്ടാവും. അദ്ദേഹം വളരെ തുച്ഛമായിട്ടുള്ള ഭഗവാൻ അമ്പലത്തിൽ മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കനിഷ്ഠാധികാരികൾ. എന്നാൽ ആ കൂട്ടർ ഭൗതിക സിമകൾ അതിലംഘിച്ച് ആത്മീയ തലത്തിൽ എത്താൻ ശ്രമിക്കുന്ന ഭൗതിക ഭക്തന്മാർ തന്നെയാണ് അവര്. കാരണം ഭൗതികമായിട്ട് കൂടുതൽ ശ്രദ്ധയും ആകർഷയും അവർക്ക് ഉണ്ടെങ്കിലും അവര് ഭക്തന്മാർ തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഒരു അമ്പലത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് അമ്പലത്തിലെങ്കിലും പോകുന്നത്. അക്കൂട്ടർ ജീവജാലങ്ങൾ ആത്മീയ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടില്ലാത്തവരും ജീവജാലങ്ങളിൽ, അതായത് അവര് ചിന്തിക്കുന്നത് ഫിലോസഫിക്കലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവജാലങ്ങളിലോ മറ്റ് മനുഷ്യരിലോ മറ്റ് ജന്തുക്കളിലൊന്നും അവര് ഭഗവാന്റെ ദർശനം കാണുന്നില്ലാത്ത ആൾക്കാരാണ്. കാരണം അതിനുള്ള ഫിലോസഫിക്കലായിട്ട് അവർക്ക് പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഗുരുവിന്റെ ശിക്ഷണം ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കനിഷ്ഠ അധികാരികൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അവർക്ക് ഭക്തിയുടെ ആഴത്തുള്ള തത്വജ്ഞാനം ലഭിച്ചിട്ടുണ്ടാവില്ല. അതായത് കൂടുതൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഗുരുവിന്റെ ഒരു സാന്നിധ്യം അവർക്കില്ല, ഗുരുവിനെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭക്തിയുടെ പിന്നെ യാതൊരു ജീവജാലങ്ങളോടും സമദൃഷ്ടത ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. സമദൃഷ്ടിത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജീവജാലങ്ങളും, ഒരു പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പുഴു ആയിക്കോട്ടെ, മറ്റു മനുഷ്യരായിക്കോട്ടെ, ഇവരൊക്കെ സമദൃഷ്ടിത ഇല്ല ഇദ്ദേഹത്തിന്. മനസ്സിലായില്ലേ? അപ്പൊ മൃഗത്തെ മൃഗമായിട്ട് കാണുന്നു. അവരുടെ ഉള്ളില് പരമാത്മാ ഇല്ല എന്നുള്ള രൂപത്തിലുള്ള അറിവുകളൊക്കെയാണ് അവർക്കുള്ളൂ കനിഷ്ഠ അധികാരിക്ക്. കാരണം തുടക്കക്കാരാണ് അവർ. നമ്മളൊക്കെ തുടക്കക്കാരെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്നാണല്ലോ നമുക്ക് ഒരു ഗുരുവിനെ കിട്ടി, ഗുരുവിന്റെ ശിക്ഷണത്തിലൂടെ നമ്മൾ മുന്നോട്ട് വരികയും നമ്മൾ പടിപടിയായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. അപ്പൊ കനിഷ്ഠാധികാരിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്നാൽ ഇവര് ക്ഷേത്രാരാധനയും ശാസ്ത്ര പഠനവും കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, തുടക്കം കുറിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ഷേത്രാരാധന അമ്പലത്തിൽ പോവുകയും അവർക്ക് അതിനുള്ള മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ട്, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്ന ചിന്ത അവർക്ക് ഉള്ളത് കൊണ്ട് അവർക്ക് പതിയെ പതിയെ ഗുരുവിന്റെ ശിക്ഷണ കിട്ടുകയും അവര് നല്ല രീതിയിലേക്ക് ശാസ്ത്ര പഠനം തുടങ്ങുകയും നാമം ജപിക്കുകയും അതുപോലെ മറ്റു കാര്യങ്ങൾ സാധനയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും അടുത്ത മധ്യമാധികാരിയുടെ ലെവലിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ സംശയങ്ങളുണ്ടാവും, പല പല രീതിയിലുള്ള സംശയങ്ങൾ. ഇത് എങ്ങനെയാണ് ഇത് ഭഗവാന്റെ ഭക്തന്മാരായി മാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള പല പല സംശയങ്ങൾ, ഇതെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിലുണ്ടാവും. പക്ഷെ ചോദിക്കാൻ ആരോട് ചോദിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഈ ഗുരു ശിഷ്യ പരമ്പരയിൽ വരാത്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് നിവർത്തിക്കുക, ആരോടാ ചോദിക്കേണ്ടത്, ആരോട് ചോദിച്ചാലാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുക, ഇതൊക്കെ അവരുടെ ഉള്ളിലെ സംശയാലുക്കളായിട്ടുണ്ടാവും. എന്നാലും ഒരു സത്സംഗത്തിൽ പോവുകയും പിന്നെ ഭഗവാൻ ശാസ്ത്ര പഠനം ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ശാസ്ത്ര പഠനം നടത്തുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്സംഗത്തിൽ തന്നെ വന്നാൽ തന്നെ ഒരുപാട് മാറ്റം വരും. കാരണം ഭക്തന്മാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ അദ്ദേഹത്തിന് ഉയർന്ന പദവിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ പതുക്കെ 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 അദ്ദേഹം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി സാധനയും നാമജപവും എല്ലാം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് അടുത്ത ശ്രേണിയായിട്ടുള്ള മധ്യമാധികാരിയുടെ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് മധ്യമാധികാരി. മധ്യമാധികാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഈ പറയുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ സെക്കൻഡ് ലെവല്, രണ്ടാമത്തെ ലെവലിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാക്ഷാത്കാരത്തിന്റെ രണ്ടാം ഘട്ടത്തെത്തിയവരെ മധ്യമാധികാരികളെന്ന് പറയുന്നത്. ഇത്തരം ഭക്തന്മാർ 4 വിഭാഗം സത്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഭഗവാനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഭഗവത് ഭക്തന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പരമപുരുഷ ജ്ഞാനമില്ലാത്ത നിഷ്കളങ്കരായ ആളുകളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഭക്തിയുടെ സേവനത്തെ ഇവർക്കും നാസികൾ എന്നിവർ ഇദ്ദേഹം എല്ലാവരെയും പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. ഈ കൂട്ടർ ഭഗവാനെ പ്രേമഭജനയെ കണ്ട് ആരാധിക്കുന്നു. ഇവര് മധ്യമാധികാരികള് ഭഗവാനെ പരമദിവ്യത്വ പുരുഷനായ ഭഗവാനായി കണ്ട് ആരാധിക്കുന്നു. മനസ്സിലായില്ല? അങ്ങനെ ഒരുപാട് കനിഷ്ഠാധികാരിയെക്കാളും കൂടുതൽ കുറച്ചും കൂടി ഉയർന്ന തലത്തില് ചിന്തിക്കുന്ന ആളുകളാണ് ഈ മധ്യമാധികാരികൾ. മധ്യമാധികാരികള് എല്ലാ ഭക്തന്മാരുമായിട്ട് സൗഹൃദം പുലർത്തുന്നവരാണ്. കാരണം സൗഹൃദം വൈഷ്ണവ അസോസിയേഷനിലൂടെ അവർക്ക് വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് ഉയരാൻ സാധിക്കും. ഇത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സൗഹൃദം പുലർത്തുന്നു. അതുപോലെ ഈശ്വരൻ പകർന്നു നൽകുകയും ചെയ്യുന്നു. അതായത് അദ്ദേഹം കടന്നു വന്ന വഴിയിലുള്ള അദ്ദേഹം മറക്കാതെ കനിഷ്ഠാധികാരികളെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജ്ഞാനം അദ്ദേഹം പകർന്നു കൊടുക്കാൻ സന്നദ്ധത കാണിക്കും എന്നുള്ളതാണ് ഈ മധ്യമാധികാരിയുടെ വേറൊരു പ്രത്യേകത. പിന്നെ ഈ കൂട്ടർ ഭഗവാനെ അതായത് നാസ്തികരിൽ നിന്നും ഭഗവാനെ അവജ്ഞയോടെ കാണുന്ന നാസ്തികരിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം അദ്ദേഹം സ്വയം പഠിച്ച് മനസ്സിലാക്കുന്നവരാണ്. കാരണം അവരുമായിട്ട് സഹവാസം പാടില്ല എന്നുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം കാരണം അദ്ദേഹം കുറച്ചും കൂടി ഒരു ഉയർന്ന പടി, കനിഷ്ഠാധികാരിയേക്കാൾ ഉയർന്ന പടിയിലുള്ളവരാണ് ഈ മധ്യമാധികാരികൾ. അവർ അവിശ്വാസികളെയും അസൂയാലുക്കളെയും ഒഴിവാക്കുന്നു. അതായത് പല രീതിയിലുള്ള അസൂയാലുക്കളുണ്ട്, അതുപോലെ തന്നെ അവിശ്വാസികളുണ്ട്. ഇവരെ ഒന്നും സഹവാസം എടുക്കാതെ അദ്ദേഹം ഒഴിവാക്കി നിൽക്കുന്നു. പിന്നെ സാധുക്കളോട് ദയ കാണിക്കുന്നത്, അതായത് ഭക്തന്മാര്, സന്യാസിമാര് അല്ലെങ്കിൽ ആചാര്യന്മാര് ഇവരോടെല്ലാം ദയ കാണിക്കുന്ന ഒരു സ്വഭാവം ഈ മധ്യമാധികാരികൾക്കുണ്ട്. പിന്നെയുള്ളത് ഈ കൂട്ടർക്ക് ഭഗവാനെ കുറിച്ചും ഭക്തിയെ കുറിച്ചും ശരിയായ അറിവ് അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവര്. ശരിയായ അറിവ് ലഭിച്ചിട്ടുണ്ട്. കാരണം ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും അതിനുള്ള ആ ഒരു വഴി തുറന്നു കിട്ടും. എങ്കിലും അവർക്ക് പൂർണ്ണമായ ആത്മീയമായ ഉണർവ് ലഭിച്ചിട്ടുണ്ടാവില്ല. എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു വരുന്നേ ഉള്ളൂ, മധ്യമാധികാരിയുടെ ലെവലിൽ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് അല്ലെങ്കിൽ പൂർണ്ണമായ ജ്ഞാനം ലഭിക്കാത്ത ആളുകളാണ് ഈ മധ്യമാധികാരികൾ. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കനിഷ്ഠാധികാരികളെക്കാൾ കൂടുതൽ അറിവ് ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്ര പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആരാധന ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സേവ ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ഭഗവാന്റെ സേവകൾ ചെയ്യാൻ അമ്പലത്തില് മറ്റു കാര്യങ്ങളിൽ വീട്ടിലാണെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കൂടുതൽ ആണെങ്കിലും ഇവർക്ക് പൂർണ്ണത ലഭിച്ചിട്ടുണ്ടാവില്ല.
അതുതന്നെ ഭഗവാന്റെ സാന്നിധ്യത്തിലും സേവനത്തിലും ഒഴുകി പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരാണ്. പിന്നെ ക്രമേണ അവർ ഉന്നത അധികാരിയുടെ പദവിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവർ ഉന്നത അധികാരിയുടെ ലെവലിലേക്ക് അവർ എത്തും. കനിഷ്ഠ അധികാരികൾ കൂടുതൽ പക്വത എത്തിയവരായിരിക്കും ഇവര്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പക്വതയിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ഈ മധ്യമ അധികാരികൾ. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ ഉന്നതാധികാരി. ഉന്നതാധികാരികൾ എന്ന് പറയുമ്പോൾ അവർ കനിഷ്ഠാധികാരികളെക്കാളും അല്ലെങ്കിൽ മധ്യമാധികാരികളെക്കാളും കുറച്ചും കൂടി, അതായത് ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഭഗവാന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയാണ്. കാരണം ഗുരുവിന്റെ ശിക്ഷണത്തിലായിരിക്കും അവര്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവർ. അങ്ങനെയുള്ള ആളുകളാണ് ഉന്നത അധികാരികൾ എന്ന് പറയുന്നത്. അവരെല്ലാം ഭഗവാനുമായി കണ്ട് ദർശിക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം, അതായത് ഭഗവാനെ എല്ലാ സ്ഥലത്തും മറ്റേ കനിഷ്ഠാധികാരികൾ എന്താ അമ്പലത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്ന് കരുതുന്നു. പക്ഷെ ഉന്നതാധികാരികൾ അമ്പലത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ നടക്കുന്നു ഇരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഭഗവാനുമായി ദർശനപ്പെട്ടത്, ഭഗവാനുമായി ബന്ധപ്പെട്ട് ആണ് അവർ ജീവിക്കുന്നത്. ഭഗവാനുമായി ബന്ധപ്പെട്ട സർവീസുകളും സേവനങ്ങളും അവർ നിരന്തരം ചെയ്യുന്നുണ്ടാവും. ഭഗവാനുമായി ബന്ധപ്പെടുത്തി അവർ ദർശിക്കുന്നു. പിന്നെ ഉത്തമാധികാരി നാസികനെന്നോ ആസ്തികനെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും ഈശ്വരന്റെ ഭാഗങ്ങളായി കാണുന്നു. അതാണ് ഒരു വേറൊരു പ്രത്യേകത. നാസ്തികരും ആസ്തികരും, അതായത് ഭഗവാൻ അവിശ്വാസത്തെ കാണുകയും അല്ലെങ്കിൽ അസൂയയോടെ കാണുകയും അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചീത്ത വിചാരങ്ങളൊക്കെ നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും കൂടെ എല്ലാവരെയും ഒരേ തലത്തില് ഒരു ബ്രാഹ്മണനെയും അല്ലെങ്കിൽ ഒരു പട്ടിയെയും ഒരേപോലെ കാണുന്ന ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്ന ഉന്നതാധികാരി ശ്രേണിയിലേക്ക് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു ബ്രാഹ്മണനും പട്ടിയും വന്നേക്കുന്നത്? അതായത് ബ്രാഹ്മണ ജന്മത്തില് ബ്രാഹ്മണന്റെ ആത്മാവിൽ ഇരിക്കുന്ന ബ്രാഹ്മണന്റെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെ? ഈ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണന്റെ ഒരു ശരീരം കിട്ടി. ആത്മാവ് സെയിം ആണല്ലോ, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ലോ. പക്ഷെ ഈ ശ്വാനൻ അല്ലെങ്കിൽ പട്ടിക്ക് എന്താ സംഭവിച്ചത്? ഭഗവാന്റെ ഭക്തന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അംശമാണ് ഈ പറയുന്ന പട്ടിയിലുള്ളതും ബ്രാഹ്മണനിലുള്ളതും ഭഗവാന്റെ അംശങ്ങളാണ്. പക്ഷേ ഈ ഉന്നതാധികാരി കാണുന്ന ബ്രാഹ്മണനെയും പട്ടിയെയും ഒരുപോലെ കാണുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഭഗവാന്റെ അംശമാണ് രണ്ടുപേരുടെ ശരീരത്തിലുള്ളത്. പ്രകൃതിയുടെ നിയമം ലംഘിക്കപ്പെട്ടു, അതുകൊണ്ട് പട്ടിയുടെ ശരീരം കിട്ടിയെന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ ശരീരത്തിൽ. പട്ടിയുടെ ശരീരത്തിലും ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് മറ്റേ നമ്മുടെ ഷഡ്ഗോസ്വാമികൾ ഒരു ഉറുമ്പിനെ കണ്ടാലും നമസ്കരിക്കുന്നത്. മനസ്സിലായില്ലേ? ഉറുമ്പിനെ കണ്ടാലും ഷഡ്ഗോസ്വാമികൾ നമസ്കരിക്കും. കാരണം ഉറുമ്പിന്റെ ആ ശരീരത്തെ അല്ല നമസ്കരിക്കുന്നത്, ആ ഉറുമ്പിന്റെ അകത്തുള്ള പരമാത്മ രൂപത്തിലുള്ള ഭഗവാനെയാണ് നമസ്കരിക്കുന്നത് അവിടെ. അപ്പൊ ഈ ഉന്നതാധികാരി എന്ന് പറയുന്ന ആ കൂട്ടര് ഇത് മനസ്സിലാക്കിയുള്ളതാണ്, ശാസ്ത്ര സത്യം മനസ്സിലാക്കി എല്ലാ ജീവജാലങ്ങളിലും, ഒരു ചെടിയിലായാലും ഒരു മരത്തിലായാലും ഭഗവാന്റെ അംശമുണ്ട്, ജീവാത്മാവ്. അതുകൊണ്ടാണല്ലോ മരം വളരുന്നത്. നമ്മളതുപോലെ നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നില്ലേ? നമ്മൾ കൊച്ചുകുട്ടി കുറച്ച് നമ്മൾ വളർന്ന് നമ്മൾ വലുതായി. അതുപോലെ ഈ മരവും ചെറിയ ഒരു തൈയായിരുന്നത് വളർന്നു വന്നില്ല. അപ്പൊ ആ മരത്തിനും ഭഗവാന്റെ അംശമായിട്ടുള്ള പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ള അറിവ് ഈ പറയുന്ന ഉന്നതാധികാരിക്കുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇതുപോലെ കനിഷ്ഠാധികാരികളായിരുന്നു ഒരു കാലത്തിൽ. നമുക്കൊന്നും അറിയില്ല, ഒരു പഠനമോ അല്ലെങ്കിൽ ഇല്ലായിരുന്നു. നമ്മൾ വൈകുന്നേരം അവിടെ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു സാന്നിധ്യമെന്ന് മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ കുറച്ച് പടിപടിയായി നമ്മൾ മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഉയർന്ന ആ ഒരു തലത്തിലേക്കുള്ള ഉന്നതാധികാരിയുടെ ശ്രേണിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉയരാൻ പറ്റും. അപ്പോ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ചിട്ട് കിട്ടിയിരിക്കുന്ന ശരീരം പട്ടിയുടെ ആയിക്കോട്ടെ, പൂച്ചയുടെ ആയിക്കോട്ടെ, പുഴുവിന്റെ ആയിക്കോട്ടെ, ഇനി മനുഷ്യരുടെ തന്നെ ആയിക്കോട്ടെ, അവർക്ക് ആ പ്രകൃതിയുടെ നിയമം, നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ലംഘിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് പട്ടിയുടെയും പൂച്ചയുടെയും പുഴുവിന്റെയും ഒരു രീതിയിലേക്കുള്ള ശരീരം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും ഉത്തമാധികാരി ഇത് മനസ്സിലാക്കുന്നു. ആ ഉത്തമാധികാരി പട്ടിയെ കണ്ടാലും ബ്രാഹ്മണനെ കണ്ടാലും ഒരേപോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിന് കല്ലെന്നോ സ്വർണമെന്നോ വകതിരിവില്ല. എല്ലാത്തിനും ഒരേ സമദൃഷ്ടിയോടെ സമഭാവനയോടെ കാണാൻ ശ്രമിക്കുന്നവരാണ് ഉത്തമാധികാരികൾ. അപ്പൊ നമ്മളെല്ലാവരും ഉത്തമാധികാരിയുടെ ലെവലിലേക്ക് നമുക്ക് ഉയരാനായിട്ട് അതിനുള്ള സേവകളും അതിനുള്ള കാര്യങ്ങളും മറ്റു കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ മറ്റേ നവവിധ ഭക്തിയും അതെല്ലാം ചെയ്ത് എല്ലാവരും ഉത്തമാധികാരിയുടെ ഒരു ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉയരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളാരും ഈ കണ്ണുകൊണ്ട് കാണാതെ
കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ. എന്താണ് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ? ഇപ്പൊ നമ്മളൊരു ട്രെയിൻ യാത്രയിൽ പോവുകയാണ്. ഈ ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കുന്നു, അപ്പുറത്ത് ഒരു ട്രെയിൻ ദൂരെ കൂടി ഒരു ട്രെയിൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളുടെ ട്രെയിനാണ് പോകുന്നത് എന്നുള്ളതല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാതെ നമ്മള് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഗുരുവിന്റെ ശിക്ഷണത്തിലൂടെയും മനസ്സിലാക്കുക ആധ്യാത്മിക വിഷയങ്ങൾ. ഇതാണ് നമ്മളെ നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ. എന്താണ് 4-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ? തദ്വിധി പ്രണിപാതന പരിപ്രശ്ന സേവ എന്നുള്ളൊരു ജ്ഞാനമില്ലേ, ഒരു ശ്ലോകമില്ലേ? അതിനകത്ത് എന്താ പറയുക? നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിനെ സേവ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾക്ക് പതുക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഗുരുവിനെ വളരെ അത്യാവശ്യമാണ്. ഗുരുശിഷ്യ പരമ്പരയെ നമുക്ക് എല്ലാവരെയും ഗുരുവായിട്ട് നമുക്ക് ഗുരുവായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അല്ല, ആധ്യാത്മികമായിട്ട് 4 ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗുരു സമ്പ്രദായങ്ങളുണ്ട്. നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കണം. ഏതൊക്കെയാണ് 4 ഓതറൈസ്ഡ് വൈഷ്ണവ സമ്പ്രദായങ്ങള്? ബ്രഹ്മ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, മാധവ സമ്പ്രദായം, ഇങ്ങനെ ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ഇങ്ങനെ 4 ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗുരുശിഷ്യ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. നമ്മൾ നിൽക്കുന്നത് ബ്രഹ്മമാധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മമാധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ എന്ന് വെച്ചാൽ, ശ്രീല പ്രഭുപാദരാണ് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള സരസ്വതി ഗോസ്വാമി മഹാരാജ് അദ്ദേഹം ബ്രഹ്മമാധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആചാര്യനായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ ലഭിച്ചിട്ടുള്ള ശ്രീല പ്രഭുപാദര്, ആ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മൾ ഷഡ്ഗോസ്വാമിമാരുമായിട്ടുള്ള ആ ഒരു ശിക്ഷണത്തിൽ നമ്മൾ വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ പറയുന്ന 4 ഓതറൈസ്ഡ് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ പെട്ട ബ്രഹ്മമാധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 4-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകത്തില് ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? നമ്മളെ ഏവം പരമ്പരാ പ്രാപ്തം ഇവം രാജസ്വവിധ എന്ന ശ്ലോകമില്ലേ, അതിനകത്ത് എന്താണ് പറയുന്നത്? അതായത് ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമ്മൾ നേടണമെങ്കിൽ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമാണ് ആധ്യാത്മിക വിഷയങ്ങൾ നമ്മൾ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ബുക്കുകൾ വാങ്ങുന്നതെല്ലാം ആ പരമ്പരയിലുള്ള ആളുകളുടെ രീതിയിലുള്ള ആ ഒരു ബുക്കുകളാണ് നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ ഇതൊക്കെ ഭഗവത്ഗീതയിലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഗുരുശിഷ്യ പരമ്പര. അപ്പൊ അതെന്താണ്? ഒരു ഗുരു, അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടാവുന്നു, ആ ശിഷ്യന്മാർ പിന്നെ ഗുരുക്കന്മാരായി മാറുന്നു, ആ ഗുരുക്കന്മാർക്ക് പിന്നെ ശിഷ്യന്മാരുണ്ടാവുന്നു, ആ ശിഷ്യന്മാർക്ക് പിന്നെ ഗുരുക്കന്മാരുണ്ടാവുന്നു. അതാണ് ഈ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ഏവം പരമ്പര പ്രാപ്തം ഏവം രാജസ്വവിധു എന്ന ശ്ലോകം പറയുന്നു. അപ്പൊ ആധ്യാത്മിക വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എല്ലാം ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ പ്രാപ്തമാക്കണമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ആൾക്കാർ ഭഗവത്ഗീത വാങ്ങുകയും ചെയ്യും, ഭഗവത്ഗീത വിൽക്കുകയും ചെയ്യും, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടക്കും. ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ പോയി അവിടെ ചെവി വെച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇതിനകത്ത് പറയുന്നില്ലേ, പത്മപുരാണത്തിൽ പറയുന്ന എന്താ? അവരും മുഖം ഭൂതം ഹരികഥാമൃതം ശ്രവണനൈവ കർത്തവ്യം സർപ്പോച്ചിഷ്ടം പയോധ എന്ന് പറഞ്ഞ എന്താണ്? അവൈഷ്ണവ, അതായത് വൈഷ്ണവരല്ലാത്തവരിൽ നിന്ന് നമ്മൾ ആധ്യാത്മിക വിഷയങ്ങൾ കേൾക്കാൻ പോലും പാടില്ല എന്നാ പറയുന്നത്. അവൈഷ്ണവ മുഖോർക്കീണം ഭൂതം ഹരികഥാമൃതം, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമൃതതുല്യമായ കഥകളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ കൂടി അത് നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് വൈഷ്ണവരല്ല. കാരണം ഭഗവാനെ കുറിച്ച് അറിയവർക്ക് ഭഗവാൻ ഈ പറയുന്ന കനിഷ്ഠ അധികാരി ലെവലിലുള്ളവരായിരിക്കും. അവര് ഭഗവാനെ കുറിച്ച് വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രഭാഷണം കേട്ടാലുള്ള അവസ്ഥ എന്താ? നമ്മൾ വഴിതെറ്റിപ്പോവുള്ളൂ. ഇന്നത്തെ അവസരത്തിൽ അറിയാലോ, നമ്മൾ പറയുന്ന പോലെ ക്ഷേത്രങ്ങളിലെ നേതാക്കന്മാര് എല്ലാവരും, അവർക്ക് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാത്ത, ഭഗവത് ഭക്തി ഇല്ലാത്ത, ഭഗവാനോട് ഒരു കൂറുമില്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം വന്നിരുന്ന് അവിടുത്തെ കട്ട് മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന നേതാക്കളാണ് ഇന്ന് അമ്പലത്തിലെ എല്ലാ നേതാക്കന്മാരും ഭരിക്കുന്നത്. ഓക്കെ. അപ്പൊ അവര് പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആരായിരിക്കും? അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ശാസ്ത്ര കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ല. ഇവരെ അമ്പലങ്ങൾ നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര്, അറിവില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തി, കനിഷ്ഠാധികാരിയെ പോലെയുള്ള ആളുകളെ കുറിച്ച് കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയാൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കി ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മൾ വന്ന് ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ച് ആധ്യാത്മികമായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗുരുവായിരിക്കണം നമ്മൾ. അല്ലാതെ അവിടെ ഇവരെയും കാണുന്ന അപ്പുറത്തും അല്ലെങ്കിൽ വീടിനടുത്തുള്ള കുറച്ച് ഭഗവത്ഗീതയൊക്കെ കുറച്ചൊക്കെ പഠിച്ച് പറഞ്ഞു വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് നമ്മളെ ഗുരുവായിട്ട് വെച്ചാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മള്
നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് ഇപ്പൊ നമ്മള് അമ്മമാരൊക്കെ ചെയ്തിട്ട് വെള്ളത്തിയിടും. പതിരായിട്ടുള്ള നെല്ലുകളൊക്കെ വരും അല്ലെ? അതുപോലെ നമ്മൾ ആധ്യാത്മ വിഷയങ്ങള് ഒരു ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഉറപ്പുവരുത്തുക, പ്രമാണത്തിലൂടെ ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുക. ആ ഗുരുവിന്റെ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങള് 100% ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യുക. അപ്പൊ നമ്മൾ ആധ്യാത്മികതയുടെ നമ്മൾ പടിപടിയായി നമ്മൾ ഉയർന്ന ഉന്നതാധികാരിയുടെ ലെവലിലേക്ക് എത്തും. ഇനി നമുക്ക് മോക്ഷഗതി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ജന്മമൃത്യു ജരാവ്യാധി അല്ലെങ്കിൽ പറയുന്ന പോലെ ശാസ്ത്രഗണന അനുസരിച്ചിട്ട് 84 ലക്ഷം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളത്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുഴുവായിട്ടും കൃമിയായിട്ടും പഴുതാരയായിട്ടും ഒക്കെ 84 ലക്ഷം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളത്. അത് ഭൂമിയുടെ താഴെ വസിക്കുന്നവരുണ്ട്, ഭൂമിയുടെ മുകളിൽ വസിക്കുന്നവരുണ്ട്, ആകാശത്ത് വസിക്കുന്നവരുണ്ട്, വെള്ളത്തിൽ വസിക്കുന്നവരുണ്ട്. ഇങ്ങനെ 84 ലക്ഷം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ മോക്ഷഗതിയിലേക്കുള്ള ഭഗവാന്റെ സ്വധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ 84 ലാക്സ് സ്പീഷീസിലൂടെ ഇങ്ങനെ ജന്മമൃത്യു, ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള ഈ പ്രോസസ്സിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ ഭൂമിയിൽ ഇത് കാരാഗ്രഹമാണ് ഭഗവാന്റെ. അപ്പൊ ഇവിടെ നമ്മളിവിടെ വന്ന് കിടക്കുന്ന ഈ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ ശിക്ഷ അനുഭവിക്കുന്നത്? ജന്മമൃത്യു ജരാവ്യാധി അനുഭവിക്കണം, ജന്മമൃത്യു മരണ സമയത്ത് നമ്മളൊരു വേദന അനുഭവിക്കണം. അതുപോലെ തന്നെ ജരാനര വ്യാധി, പ്രായമായ ആളെ കണ്ടിട്ടില്ലേ, അവർക്ക് എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത്. കാരണം ശരീരത്തില് ആത്മാനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പുനർജന്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മള് ഈ ഒരു പ്രോസസ്സിനെ നിർത്തി, അതായത് മോക്ഷഗതിയിലേക്കുള്ള ആ ഒരു പാത നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ കാലഘടന അനുസരിച്ച് ഇങ്ങനെ മാറുന്നതനുസരിച്ച് നമ്മളിങ്ങനെ പട്ടിയും പൂച്ചയും പുഴുവും കൃമിയും പഴുതാരായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും പുഴുവായിട്ടും കൃമിയായിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു മനുഷ്യ ശരീരം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ മുൻജന്മ കർമ്മവാസന അനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് ശരീരം കിട്ടണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് ഭഗവാൻ ആണ് തീരുമാനിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് 84 ലക്ഷം ഉടുപ്പുകളാണുള്ളത്. 84 ലക്ഷം, അതായത് പട്ടിയുടെയും പൂച്ചയുടെയും പുഴുവിന്റെയും കൃമിയുടെയും പഴുതാരയുടെയും ഒക്കെ 84 ലക്ഷം ഉടുപ്പുകളാണുള്ളത്. അപ്പൊ ഇതിനകത്ത് ഏത് പട്ടിയുടെ ഉടുപ്പാ കിട്ടണമെങ്കിൽ നമ്മൾ പട്ടിയായി, പൂച്ചയുടെ ഉടുപ്പാ കിട്ടണമെങ്കിൽ നമ്മൾ പൂച്ചയായി, അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോ ഈ ഈശോപനിഷത്തും അല്ലെങ്കിൽ ഗീതയും ഭാഗവതവും ഒക്കെ നമ്മൾ പഠിക്കണമെന്തിനാ, മനസ്സിലാക്കണമെന്തിനാ? നമ്മൾ ഭഗവാന്റെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കാതെ ഒരു ഗുരുവിനെ കിട്ടാതെ, ഇപ്പൊ ഒരു തയ്യൽ ടീച്ചർ, ആ ടീച്ചറിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ലഭിക്കുള്ളൂ. അപ്പൊ ഒരു ടീച്ചർ ഉണ്ട്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഒരു ടീച്ചർ ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കാനും നമുക്കൊരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വളരെ നമുക്ക് നിശ്ചയമായിട്ട് ഒരു ഗുരുവിനെ വേണ്ടതാണ്. അപ്പൊ നമ്മൾ ഗുരുവിനെ എടുക്കുമ്പോൾ ഈ പറയുന്ന ഓതറൈസ്ഡ് സമ്പ്രദായത്തിലുള്ള ഏതെങ്കിലും ഗുരുവിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജന്മമൃത്യു ജരാവ്യാധിയിൽ പെട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ ഇതിനെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ ജനിക്കുക എന്നുള്ള ഈ പ്രോസസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മനസ്സിലായില്ല? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് ഈ ഭഗവാനെ എല്ലായിടത്തും ദർശിക്കണം. അതായത് ഒരു പട്ടിയിലും ഉറുമ്പിലും കൊതുകിലും എല്ലാ സ്ഥലത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാന്റെ പരമാത്മാ രൂപത്തില് ഭഗവാന്റെ ശരീരത്തിലുള്ളതുകൊണ്ട് ആ ജീവികൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ സമഭാവനയോടെ ദയോടുകൂടി അവരെ ശ്രമിക്കുകയും ആ രീതിയിൽ കാണുകയും ചെയ്യണം. പിന്നെ നമ്മള് വേറെ കാര്യമുണ്ട്, ഗുരുക്കന്മാരുടെ കാര്യം പറയുമ്പോൾ നമ്മള് പറഞ്ഞ പോലെ നമ്മൾ 12 മഹാജന്മാരുണ്ട്. അപ്പൊ നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാരെയും നമ്മൾ അവരുടെ കാലടികൾ പിന്തുടരുകയും അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പൂർവിക ആചാര്യന്മാർ എന്ന് പറയുന്ന 12 മഹാജന്മാരും കൂടിയുണ്ട്. ഈ 12 മഹാജന്മാർ ആരൊക്കെയാണ്? സ്വയംഭൂ, നാരദ, ശംഭു, കുമാര, മനു, പ്രഹ്ലാദ, ജനക, ഭീഷ്മ, ബലി, അതുപോലെ ദേവഗോ, സമീയ, മരാജ്, ഇങ്ങനെ 12 മഹാജന്മാരും കൂടി ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പാതകൾ പിന്തുടർന്ന് വേണം നമ്മൾ ആധ്യാത്മിക ആശയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും. അല്ലാതെ തോന്നിയ പോലെ
നമ്മൾ തന്നിഷ്ടം പോലെ ജീവിക്കാൻ ഭഗവത്ഗീത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ 4 സ്ഥലത്താണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടം പോലെ ജീവിക്കാൻ പാടില്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശാസ്ത്ര വിഹിതത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ, ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊരു ഗുരുവിന്റെ സാന്നിധ്യം, ഗുരുവിന്റെ ആവശ്യകത വളരെ ഊന്നി പറയുന്നുണ്ട്. പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാന് പോലും ഗുരു ഉണ്ടായിരുന്നു. ആരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരു? സാന്ദീപന മുനി അല്ലെ. അദ്ദേഹത്തിന് ഗുരുവിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ അദ്ദേഹം എന്തിനാണ് ഗുരുവിനെ സ്വീകരിച്ചതെന്ന് വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അദ്ദേഹം, എനിക്ക് ഗുരുവുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും ഒരു ഗുരുവിന്റെ ആവശ്യകത 100% ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു ഗുരുവിനെ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഭഗവാന് ഗുരുവിന്റെ ആവശ്യകത ഉണ്ടായിട്ടാണോ? അല്ല. നമ്മളെ പോലെയുള്ള ഈ ആത്മാക്കള് ഇത് താഴെ കിടക്കുന്ന ഈ ആത്മാക്കളെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു ഗുരുവിനെ ആവശ്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സന്ദീപന മുനി ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഗുരുവിന്റെ ഒരു ശിക്ഷണത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു ഉന്നത അധികാരിയുടെ ശ്രേണിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. പിന്നെന്താ പറയുന്നത്? ഏറ്റവും ഉന്നതമായ പ്രഭവസ്ഥാനം ഭഗവാനിൽ സ്വയം അറിയപ്പെട്ട വൈദിക വിജ്ഞാനം തന്നെയാണ്. എന്താണ് അത്? ശ്രീമദ് ഭാഗവത്തില് 6-ാം കാണ്ഡയില് 3-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീനം. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ വായിൽ നിന്ന്, അല്ലെങ്കിൽ മുഖാരവിന്ദത്തിൽ നിന്ന് വരുന്നത് മാത്രമാണ് ധർമ്മം. അല്ലാത്തതെല്ലാം അധർമ്മമാണ്. നമ്മൾ ഈ അധർമ്മത്തിന് കൂടെ നിൽക്കാതെ നമ്മള് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യാനാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പോ ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീനം, ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വരുന്നത് മാത്രമാണ് ധർമ്മം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പല വ്യാഖ്യാനങ്ങളും പല നിർവചനങ്ങളും ഉണ്ടാക്കി ധർമ്മത്തെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് നടന്നുകൊണ്ടുപോയിട്ട് നമുക്കൊരു പ്രയോജനം കിട്ടാൻ പോണില്ല. അപ്പൊ നമുക്ക് ഭഗവാന്റെ വചനങ്ങളിലൂടെ കിട്ടുന്നത് മാത്രമാണ് ധർമ്മമായിട്ട് കണക്കാക്കി അതനുസരിച്ചിട്ട് അതായിരിക്കും നമുക്ക് ഗുരു പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു ഓതറൈസ്ഡ് ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാൻ എന്തു പറയുന്നോ അത് അതേപടി, അതായത് അതിൽ മായം ചേർക്കാതെ, അതിൽ വെള്ളം ചേർക്കാതെ, അത് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുശിഷ്യ സമ്പ്രദായവും ഗുരു പരമ്പരയും ഉള്ളത്. ഇപ്പോ നമുക്കൊരു മാമ്പഴം മരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലെ. ആ മാമ്പഴം താഴെ വീണാൽ എന്ത് പറ്റും? അത് പൊട്ടി വികൃതമായിട്ട് അതിനകത്ത് മണ്ണും മറ്റു കാര്യങ്ങളെല്ലാം കലരില്ലേ. അപ്പൊ ആ മാമ്പഴത്തിൻ്റെതായ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടും അല്ലെ. അപ്പൊ അതിന് പകരം ഈ മുകളിലുള്ള മാമ്പഴം അത് അവിടെ നിന്ന് ഒരാൾ പറിച്ച് അദ്ദേഹം അത് താഴെ വീഴാതെ തൊട്ടടുത്തുള്ള താഴെ നിൽക്കുന്ന ആൾക്ക് കൊടുത്ത്, അദ്ദേഹമായി തൊട്ട് താഴെയുള്ള ആൾക്ക് കൊടുത്ത്, അദ്ദേഹം ഒരു തൊട്ട് താഴെയുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മാമ്പഴത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ, താഴെ വീഴാതെ അതെവിടെ എത്തും? ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് അല്ലേ. ഇതാണ് ഗുരുശിഷ്യ പരമ്പര. അതായത് ഭഗവാൻ പറയുന്നത് 1% പോലും, അല്ലെങ്കിൽ അതിന്റെ 0.1% പോലും അതിനകത്ത് യാതൊരു തരത്തിലുള്ള മാലിന്യം ചേർക്കാതെ ഭഗവാൻ എന്ത് പറയുന്നു അത് അതേപടി നമ്മളിലേക്ക് എത്തുന്നു. അതിനാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇപ്പൊ ഒരുപാട് ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട് അല്ലെ. പല ആൾക്കാരും ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. പക്ഷേ ചില പ്രഭുപാദരുടെ ഭഗവത്ഗീതയ്ക്ക് എന്താ പ്രത്യേകത? അത് യഥാരൂപമാണ്. അതായത് ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് അതുപടിയാണ് പ്രഭുപാദൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് ഓതറൈസ്ഡ് ഭഗവത്ഗീതയാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ആധ്യാത്മ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഗുരുശിഷ്യ പരമ്പരയിലൂടെ, അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ യഥാർത്ഥ ഗുരുവിന്റെ ശിക്ഷണത്തിലൂടെ നമ്മൾ ലഭിക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ മാമ്പഴം ഒരു കേട് സംഭവിക്കാതെ നമ്മളിലേക്ക് എത്തിയില്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്. അതാണ് 4-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവം പരമ്പര പ്രാപ്തം രാജശുഭിന്ന ശ്ലോകം. അതുപോലെ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ നമുക്കൊരു ഗുരുവിനെ, ആധ്യാത്മിക ഗുരുവിനെ വേണമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വയം സാന്ദീപന മുനിയെ ഗുരുവായി സ്വീകരിച്ചത് അല്ലെ. അപ്പൊ ഓക്കെ, നമ്മളെല്ലാവരും നമ്മൾ ഒരു ഉന്നത അധികാരിയുടെ ശ്രേണിയിലേക്ക് എത്തിയാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് പല ആളുകളെയും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അവരെ പടിപടിയായി ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വേറെ കാര്യമുള്ളത് 18-ാമത്തെ അധ്യായത്തിൽ 54-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവത്ഗീതയില്
പരമാനന്ദം അതിനകത്ത് ഈ ഉന്നത ശ്രേണിയിൽ എത്തിയിരിക്കുന്നവര് അവര് പരമാനന്ദം അനുഭവിക്കുകയാണ്. കാരണം ഭഗവാനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവര് ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ പരമാനന്ദമാണ് അനുഭവിക്കുന്നത്. അവർക്കെല്ലാം കല്ലും മുള്ളും അല്ലെങ്കിൽ മണ്ണും സ്വർണവും എല്ലാം ഒരേപോലെ ഒരേ സമഭാവന കാണാനുള്ള ഒരു മനസ്സ് നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആണ് പരിപൂർണത. ഭഗവാൻ ഇല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് ഭഗവാനിലേക്ക് എത്തുകയും നമ്മൾക്ക് മോക്ഷത്തിലെ പ്രാപ്തി എത്തുകയും ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് മടങ്ങി പോകാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. കൂടാതെ എന്താ, ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് കൈപിടിച്ച് ഉയർത്തി ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനും സാധിക്കും. അതല്ലേ ശ്രീല പ്രഭുപാദർ ചെയ്തത്. അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ശിഷ്യന്മാര് വളരെ കുറച്ച് 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാശ്ചാത്യ ലോകത്ത് എല്ലാം പിന്നെ ചരസും കഞ്ചാവും ഇതെല്ലാം ഉപയോഗിച്ചുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകളല്ലേ, ലക്ഷക്കണക്കിന് ആളുകളല്ലേ അദ്ദേഹം ഈ ലോകത്തു നിന്ന് മുഴുവനും ഈ ഹരേ കൃഷ്ണത്തിലൂടെ അതിനെ കൈ ഉയർത്തി ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ആത്മമായി ശ്രമിച്ചത്. അപ്പൊ അതുപോലെ ആ പരമോന്നത സ്ഥാനിക്ക് അല്ലെങ്കിൽ ഉന്നത അധികാരിയുടെ ശ്രേണിയിലേക്ക് നമ്മളെല്ലാരും പടിപടിയായിട്ട് ഉയർന്ന് വന്നെങ്കിൽ മാത്രം നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന പല പല പ്രഭാഷകര് അവരുടെയൊക്കെ പല അമ്പലങ്ങളിലും വന്നിരുന്ന് ഈ പറയുന്ന പോലെ ഭക്തിയില്ലാത്ത ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്തിയില്ലാത്ത ആളുകൾ ഭരിക്കുന്ന അമ്പലങ്ങളിൽ ഭക്തിയില്ലാത്ത ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് കനിഷ്ഠാധികാരിയുടെ ലെവലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയാലത്തെ അവസ്ഥ എന്താ? കാരണം ഹിന്ദുക്കളായ ആൾക്കാർക്ക് 85-90% ആളുകൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവോ ജ്ഞാനമോ പരിജ്ഞാനമോ ഒന്നുമില്ല. അവരൊക്കെ കനിഷ്ഠാധികാരിയുടെ ലെവലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ശേഷനായ ഒരു ആചാര്യം വന്ന് അമ്പലത്തിന്റെ ആളുകൾ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി പ്രഭാഷണം ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് അവരതിനകത്ത് ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഹിന്ദു ജനങ്ങള് മുന്നോട്ട് വരാതെ ആധ്യാത്മിക അധപ്പതിച്ച് പോകുന്നതിന്റെ പ്രധാന കാര്യം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗുരു പരമ്പര അല്ലെങ്കിൽ ഗുരുശിഷ്യ പരമ്പരയുടെ കുറവ് കേരളത്തിൽ വളരെ കൂടുതലാണ്. കാരണം നമുക്കിവിടെ പറയത്തക്കതായിട്ടുള്ള ഇപ്പൊ ബ്രഹ്മമത ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോ ഇവിടെ ഹരകൃഷ്ണ പ്രസ്ഥാനം ഉള്ളത്. പിന്നെ വേറെ 3 പ്രസ്ഥാനം ഉള്ളത് വളരെ ചുരുക്കം മാത്രം, കുറച്ച് പേര് മാത്രമാണ് ഉള്ളത് കേരളത്തിൽ. പിന്നെ ഉള്ളവര് ആന്ധ്രയിലും അതുപോലെ ശ്രീരംഗത്ത് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഇപ്പൊ തൊട്ടടുത്ത് നമ്മൾ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ബ്രഹ്മമത ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാരാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കേരളത്തിൽ കിട്ടുന്നത്. അപ്പൊ നമ്മള് ഉന്നതാധികാരിയുടെ ശ്രേണിയിലേക്ക് പതിയെ ഉയരുകയും ആ ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യക്തികളെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതിന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ പരമ്പരയിലുള്ള നമ്മുടെ ആചാര്യന്മാർ പറയുന്ന പോലെ ഹരിനാമം ജപിക്കുകയും ഭഗവാന്റെ സാധനങ്ങൾ ചെയ്യുകയും ഭഗവാന് പ്രസാദം ഭോഗ് കൊടുക്കുകയും ഭഗവാന്റെ പ്രാർത്ഥനകളും ഭഗവാന്റെ സേവനങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഉന്നത അധികാരിയുടെ ശ്രേണിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഭഗവാന്റെ അടുത്തേക്ക് പറയുന്ന മോക്ഷഗതിയിലേക്ക് 5 ടൈപ്പ് മോശമാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും അതിനുള്ള ആത്മാർത്ഥമായിട്ട് പരിശ്രമം ചെയ്യുകയും മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഭഗവത്ഗീതയില് 9-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ക്ഷീണേ പുണ്യ മർത്തിലോകം വിശന്തി എന്നൊരു ശ്ലോകമുണ്ട് അല്ലേ? എന്താണ് അതിനർത്ഥം? ഇതൊക്കെ ഉന്നതാധികാരി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ഷീണേ പുണ്യ മർത്തിലോകം വിശന്തി എന്ന ശ്ലോകം നമ്മൾക്കൊരു 10,000 രൂപയുണ്ട് അല്ലെ? ഈ 10,000 രൂപയിൽ നമ്മൾ ഗൂഗിൾ പേ വഴി 100 രൂപ അല്ലെങ്കിൽ പല സാധനങ്ങളായിട്ട് വാങ്ങി അവസാനം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ 10,000 രൂപ തീർന്ന് ഇല്ലാതാവുന്ന ഒരു നിമിഷത്തിൽ അവിടെ ബാങ്ക് ബാലൻസ് 0 ആവുന്നു. പിന്നെ നമുക്കൊന്നും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലെ? അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ ആധ്യാത്മിക വിഷയങ്ങള് നമ്മൾ പുണ്യകർമ്മങ്ങളും ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പുണ്യകർമ്മം ചെയ്യുന്ന പാപകർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മം എന്ന കർമ്മങ്ങൾ കംപ്ലീറ്റ് ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഭഗവാന്റെ കണക്കപ്പിള്ളായിട്ടുള്ള ചിത്രഗുപ്തൻ അദ്ദേഹം ഇതെല്ലാം എഴുതി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഇതെല്ലാം നോക്കിയിട്ട് നമ്മളുടെ മരണസമയത്ത് ഈ പറയുന്ന പോലെ ഈ പുണ്യവും പാവവും തുലാസ് നോക്കുമ്പോൾ അതിനകത്ത് ചിത്രഗുപ്തൻ നമുക്കൊരു ഡേറ്റ് നിശ്ചയിക്കും. ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര മണിക്കൂർ, ഇത്ര നാഴിക, ഇത്ര വിനാഴിക നിങ്ങൾക്ക് സ്വർഗലോകത്ത് പോയി സുഖലോലുപതിയിൽ ജീവിക്കാം.
ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടാം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് സുഖലോലുപതയിൽ നമുക്ക് ജീവിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ 10,000 രൂപ നമ്മൾ എടുത്തെടുത്തെടുത്ത് തീരുന്ന ഒരു സുപ്രഭാതത്തിൽ നമുക്ക് സീറോ ആവുന്ന പോലെ നമ്മുടെ ക്ഷീണങ്ങളെല്ലാം പുണ്യകർമ്മങ്ങളെല്ലാം ക്ഷീണേ പുണ്യം എന്നുള്ളത് ആ പുണ്യകർമ്മങ്ങളെല്ലാം തീരുന്ന അനുഭവിച്ച് ആസ്വദിച്ച് തീരുന്ന അതേ സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ തിരിച്ചു വന്ന ഭൂമിയിൽ ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സ്വർഗ്ഗലോകത്തിൽ പോയി സുഖലോലുപതയിൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് പകൽ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വർഗ്ഗലോകത്തിൽ കുറെ നാൾ സൂചിച്ച് ജീവിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് 9-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകത്തില് ക്ഷീണേ പുണ്യം മർത്യലോകം പശ്യന്തി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഉന്നതാധികാരി. അവരെ സംബന്ധിച്ച് സ്വർഗ്ഗലോകത്തിൽ പോയി സുഖലോലുപതയിൽ ജീവിക്കാനല്ല അവരാഗ്രഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരികയും അവസാനം അവരുടെ കാര്യം ഭഗവാൻ സ്വയം തീരുമാനിക്കുകയും ഭഗവാന്റെ അടുത്തേക്ക് എത്തും എന്നുള്ള ഉറച്ച വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം അവരിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഉന്നതാധികാരിയുടെ ശ്രേണിയിൽ നിന്നുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര പേർക്കാണ് അവർ പ്രഭാഷണം നടത്തുന്നത്, എത്ര ജീവാത്മാക്കളാണ് അവർ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരുടെ മുമ്പിൽ എല്ലാവരും സമഭാവനയാണ്. ഒരു പട്ടിയായാലും പൂച്ചയായാലും പുഴുവായാലും ബ്രാഹ്മണനായാലും എല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവരാണ് ഈ പറയുന്ന ഉന്നതാധികാരികൾ. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മളും യഥാർത്ഥത്തിൽ ഉന്നതാധികാരിയുടെ ശ്രേണിയിലേക്ക് നമ്മളും ഉയർന്ന് ഭഗവാന്റെ ഭക്തന്മാരായി മാറിയിട്ട് ഭഗവാൻ ഭഗവാന്റെ സേവനങ്ങൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പലര് വഴിയെങ്കിലും നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഭഗവാന് നിവേദ്യം ഉണ്ടാക്കി കൊടുക്കുക, ഭഗവാന്റെ പൂജകൾ ചെയ്യുക, ഭഗവാന് വേണ്ടി നമ്മളെ മനസാ വാച എല്ലാം നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളും ഉന്നതാധികാരിയുടെ ശ്രേണിയിലെത്തുകയും ഭഗവാൻ അത് കാണുകയും ഭഗവാൻ അവസാനം നമ്മുടെ അന്തകാലേജ എന്നുള്ള ശ്ലോകമില്ലേ, അതായത് ഭഗവാൻ അവസാന നിമിഷം അവസാന ശ്വാസം എടുക്കുന്ന സമയത്ത് ആരാണോ എന്നെ മനസ്സിൽ വിചാരിക്കുന്നത് അവര് എന്നിൽ തീർച്ചയായിട്ടും എത്തും എന്നുള്ള കാര്യം ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഒരു ഗ്യാരണ്ടി തരുന്നില്ലേ. അപ്പൊ അതുപോലെ ആ ഉന്നതാധികാരി ശ്രേണിയിലുള്ളവര് ശ്രീല പ്രഭുപാദരെ പോലെയുള്ള ആ വ്യക്തികൾ, അതുപോലെയുള്ള മഹത് വ്യക്തികള് അവസാന കാലത്ത് അന്ത്യകാലേജ മാമേവം ശരണം പ്രജ ഹം ത്വം സർവോപി മോശിഷ്വാമി മാശുജ ശ്ലോകില്ലേ. അപ്പൊ അതായത് അവസാന കാലത്ത് ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണ ആർക്കൊക്കെ ഉണ്ടാകുന്നുവോ അവര് എല്ലാവരും തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കനിഷ്ഠാധികാരി, ഇപ്പൊ കനിഷ്ഠാധികാരിയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്കൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. നിങ്ങളൊക്കെ നാമം ജപിക്കുന്നതല്ലേ, ഭഗവാന്റെ സേവനം ചെയ്യുന്നതല്ലേ എന്നുള്ളൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരത്തിന് എനിക്കൊരു അടി കിട്ടിയത് എവിടെയെന്ന് വെച്ചാല് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഭക്തൻ, നമ്മുടെ ഈ സ്കൂളിലെ ഒരു ഭക്തൻ തന്നെയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. ആദ്യം അദ്ദേഹത്തെ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം എന്നെ തിരിച്ച് നമസ്കരിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു ഒന്നും ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെയൊന്നും തിരിച്ച് നമസ്കരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വിഷയം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, എടാ മണ്ട, ഞാൻ നിന്റെ ശരീരത്തെയല്ല ഞാൻ നമസ്കരിച്ചത്, നിന്നിലുള്ള ആ പരമാത്മാവിനെയാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്താ പറയാ, ഞാൻ ഒന്നുമില്ലാത്ത ഒരാളായി മാറി അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും പല ഭക്തന്മാരുടെ ഭാവത്തിലും നമ്മുടെ മുന്നിൽ വരും. ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഇത് മനസ്സിലാക്കിയത്. എൻ്റെ അറിവ് എന്തോരമുണ്ട്, ഞാനൊക്കെ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഞാനൊക്കെ അത്രയായിട്ട് കനിഷ്ഠാധികാരിയുടെ ലെവൽ പോലും എത്തിയിട്ടില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. ഓക്കെ, അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വിഷയമാണ്. അപ്പൊ അതുപോലെ നിങ്ങളും ഈ കനിഷ്ഠാധികാരി, ഉന്നതാധികാരി അല്ലെങ്കിൽ മധ്യമാധികാരിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഏത് ലെവലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എടാ മണ്ട, അങ്ങനെ തന്നെ പറഞ്ഞേ, എടാ മണ്ട, ഞാൻ നിന്നെ അല്ല നമസ്കരിച്ചത്, നിന്നിലുള്ള പരമാത്മാവിനെയാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ലെവൽ ഏത് തരത്തിലാണ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉന്നതാധികാരിയുടെ ശ്രേണിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നും അവിടുന്ന് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, തിരുത്തുകൾ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിലുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്നായിട്ട് തന്നെ ഇന്ന് നമുക്ക് ഈശോപനിഷത്തിലെ മന്ത്രം 6
വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രഭു പറഞ്ഞു തന്നു. വളരെയധികം നന്ദി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, ബ്രഹ്മഭൂത സ്റ്റേജ് എന്താണെന്ന് ഒന്ന് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാമോ? എന്തായിരുന്നു പ്രഭു? കേട്ടില്ല. ബ്രഹ്മഭൂത അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാമോ? എന്ന് പറയുന്നത് പ്രഭു, ഞാനത് നളിനമാസിയോ അല്ലെങ്കിൽ മറ്റേ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഫോർവേഡ് ചെയ്യണം. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്രഭു. എനിക്ക് ഞാൻ പറയുന്നത് ചിലപ്പോ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ നമ്പർ എത്രയായിരുന്നു പ്രഭു? ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ നമ്പർ എത്രയായിരുന്നു? ഫോൺ നമ്പർ 807-819-2175. ഇതെന്താ എഴുതിയിരിക്കട്ടെ പ്രഭു? പതുക്കെ പറയൂ. 819-819-2175. ഓക്കെ പ്രഭു, ബ്രഹ്മഭൂതാവസ്ഥ നമുക്ക് ഭഗവാനെ നമ്മൾ 3 രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇത് ബ്രഹ്മ, പരമാത്മ, പിന്നെ നമ്മള് അങ്ങനെ ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബ്രഹ്മരൂപത്തിൽ, അതായത് ലൈറ്റ് ആണ്, ഒരു സൗണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ഭഗവാൻ പരമാത്മാവാണെന്ന് പറയുന്ന ആ ശ്ലോകം കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോർവേഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ലോഗൻ നമ്പർ ഞാൻ പ്രഭുവിന് ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ 3 തരത്തിലുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പരമാത്മ രൂപത്തിൽ ഭഗവാൻ പരമാത്മാവാന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ വ്യക്തിയായിട്ട് കണ്ട് ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രഭുവിനെ ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഞാനാണ് ചോദിച്ചത്. എന്റെ നമ്പർ 9446323061. ഒന്നുകൂടി പറയൂ മാതാജി. 9446 8446 82 82 3061. 3236. എന്റെ ചോദ്യം സ്റ്റേജ് എന്താണെന്നാണ് എന്റെ ചോദ്യം. ബ്രഹ്മഭൂത സ്റ്റേജ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതാണ് എന്ത് സ്റ്റേജാണ്? പരംബ്രഹ്മ പ്രഭു വായിച്ച ഈ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ പാരഗ്രാഫില് എഴുതിയിട്ടുണ്ടല്ലോ, ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം 54-ാമത്തെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മഭൂത പ്രസന്നാത്മ, ആ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മഭൂതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബ്രഹ്മഭൂത ഒന്ന് വിവരിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബ്രഹ്മഭൂതാവസ്ഥ അല്ലെ? അതെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്ലാസ് പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, അത് ശരിക്കും പറഞ്ഞ സത്വ തമോ രജോ ഗുണങ്ങളുടെ മോളിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ ഈ ബ്രഹ്മഭൂത അവസ്ഥ? ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവര് പരംബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവ്വഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അതായത് പരമാനന്ദം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യമാണ്. പരമാനന്ദം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാന്റെ സേവനത്തില് പരിശുദ്ധമായ രീതിയിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് വളരെ വേറൊരു കാര്യത്തിലും ഒരു ചിന്തയും ഇല്ലാതെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഭൗതികമായിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ബ്രഹ്മഭൂതാവസ്ഥ.
അദ്ദേഹത്തിനെ സംബന്ധിച്ച് അച്ഛനെന്നോ അമ്മയെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ അല്ലെങ്കിൽ ഭാര്യയെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെന്നോ അല്ലെങ്കിൽ എനിക്ക് കാറ് വീട് ബംഗ്ലാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് ദുഃഖങ്ങളും ഉണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അത് നിർഗുണാവസ്ഥ. അതായത് നിർഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമൊന്നും നമ്മളെ യേശുന്നില്ല. നമ്മളെ നല്ല ഗുണങ്ങൾ ചെയ്ത നല്ല ഗുണത്തിൽ നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ, ക്ഷീണേ പുണ്യേ മർത്യലോകം വശത്തി. അതായത് പുണ്യങ്ങളും ഉണ്ടാവില്ല അദ്ദേഹത്തിന്, പാപങ്ങളും ഉണ്ടാവില്ലാത്തൊരവസ്ഥ. മനസ്സിലായില്ലേ? നമ്മള് ആ ഒരു രീതിയിൽ നമ്മുടെ പാപങ്ങൾ പറയുന്നത് എന്താ വെച്ചാല്, ചെയ്യുന്ന കർമ്മങ്ങള് മൂന്ന് തരത്തിലാണ് കർമ്മങ്ങൾ. നമ്മൾ കർമ്മങ്ങൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട് പാപവും ഉണ്ട്. അകർമ്മ വികർമ്മ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പുണ്യവും പാപവും നമ്മളെ ഏൽക്കാത്തൊരവസ്ഥ. അകർമ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം നമ്മളിൽ വരുന്നില്ല. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പുണ്യം നമ്മളിലേക്ക് വരുന്നില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപവും നമ്മളിലേക്ക് വരുന്നില്ല. ആ ഒരവസ്ഥ, അതായത് പാപവും പുണ്യവും നമ്മളിലേക്ക് എത്താത്ത ഒരവസ്ഥയിൽ വരുന്ന ആ ഒരു ഇതാണ് ഈ പറയുന്ന ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താലും അത് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് വരുന്ന അതാണ് പറയുന്നത് നിർഗുണ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നിർഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ, നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലോക്കൽ ഏരിയയിൽ നമ്മൾ പറയില്ലേ, അവനൊരു നിർഗുണനാന്ന് പറയില്ലേ. അതിന്റെ അർത്ഥം ആധ്യാത്മിക തലത്തിൽ നോക്കുമ്പോൾ വളരെ വളരെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് നിർഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ. അത് സാധാരണക്കാർക്ക് എത്താൻ പറ്റാത്ത, സാധാരണക്കാർക്ക് പറ്റില്ല. അതായത് അത്രയ്ക്ക് ഉന്നത അധികാരിയുടെ ശ്രേണി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുക നിർഗുണാവസ്ഥ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന്റെ ഗുണവും നമ്മളിൽ വരുന്നില്ല, അതിന്റെ പാപവും നമ്മളിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിർഗുണാവസ്ഥയിൽ വരും. അതാണ് ഈ പറയുന്ന പരംബ്രഹ്മ ആ ഒരു രീതിയിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ അവരെന്ത് ചെയ്താലും അതിൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ ദുഃഖങ്ങൾ ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. സന്തോഷവും ദുഃഖവും ഒരേപോലെ അവർ കാണും. സന്തോഷം വന്നാൽ ഭഗവാൻ ഭഗവാന്റെ ഈ ഒരു ഇതായിട്ട് കാണുന്നു. അതുപോലെ ദുഃഖം വരുമ്പോഴും ആ ഭഗവാന്റെ പ്രസാദമായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന പോലെ ആ ഒരു സ്റ്റേജ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഹരേ കൃഷ്ണ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അകർമ്മ സ്റ്റേജ് ഉണ്ട്, വികർമ്മ സ്റ്റേജ് ഉണ്ട്, സാധാരണ കർമ്മ സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് കർമ്മങ്ങള്, ഗുണമായ കർമ്മവും ചീത്തയായ കർമ്മങ്ങളും അദ്ദേഹത്തെ ഏൽക്കാത്തൊരവസ്ഥ. ഓക്കെ, അതാണ് നിർഗുണാവസ്ഥ. ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. പ്രസന്നൻ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ പ്രഭു, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. പറഞ്ഞു കൊടുക്കൂ പ്രഭു. കൃഷ്ണ. അപ്പം ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന ശ്ലോകം 1854. ഓക്കെ, അവസാനത്തെ പാരഗ്രാഫ് അല്ലേ മാതാജി? പ്രഭാവി ഗോപി മാതാജി ചോദിച്ചത് അവസാനത്തെ പാരഗ്രാഫിനെ കുറിച്ചല്ലേ? അതെ അതെ, അത് 1854 ഭഗവാൻ പറയുന്നത്, ബ്രഹ്മഭൂത പ്രസന്നാത്മാന ശോചതീന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലബ്ധേ പരാം. അപ്പം അവിടെ ബ്രഹ്മഭൂത സ്റ്റേജ് എന്താണെന്നാണ് മാതാജിയുടെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ശ്ലോകത്തില് 4 കാര്യങ്ങളിലാണ് ഭഗവാൻ പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, പ്രസന്നാത്മ. അയാള് എപ്പോഴും ഹാപ്പി ആയിരിക്കും. എപ്പോഴാണ് ഹാപ്പിനെസ്? നമ്മൾ ഹാപ്പി ആയിരിക്കാം, പക്ഷെ എപ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസ് പോകുന്നത്? നമ്മുടെ പരിതസ്ഥിതി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് പോകും. പക്ഷെ അയാൾക്ക് ഏത് പരിതസ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും അയാൾ പ്രസന്നായിരിക്കും. ഓക്കെ. രണ്ടാമത്, ന ശോചതി. അയാൾ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ എന്തെങ്കിലും നമ്മുടെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ നഷ്ടം, വസ്തുക്കളുടെ നഷ്ടം, ധനത്തിന്റെ നഷ്ടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനെപ്പറ്റി സങ്കടപ്പെടുകയാണ്. ഈ ബ്രഹ്മഭൂത സ്റ്റേജിലുള്ള ആള് സങ്കടപ്പെട്ടില്ല. മൂന്നാമത്തത്, ന കാംക്ഷതി. നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഇത് വേണം, അത് വേണം, എനിക്ക് അത് അച്ചീവ് ചെയ്യണം, ഇത് അച്ചീവ് ചെയ്യണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഒരു സമുദ്രത്തിലെ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇവിടെ ദുഃഖങ്ങൾക്ക് കാരണം ആശയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഈ പ്രസന്നാത്മ ആയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ന കാംക്ഷതി ആയിരിക്കണം. അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം അയാൾ ഒരിക്കലും ഒന്നും തന്നെ, ഈ ബ്രഹ്മഭൂത സ്റ്റേജിലുള്ള ഒരാള് ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഉത്തമാധികാരി ആണെന്നാണല്ലോ ഇവിടെ പ്രഭു പറഞ്ഞ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രഭു പറഞ്ഞു. ഉത്തമാധികാരി ആണെന്നുണ്ടെങ്കിൽ ബ്രഹ്മഭൂത സ്റ്റേജിൽ എത്തണം എന്നുള്ളതാണ് ആ പാരഗ്രാഫിൽ പ്രഭു അത് പറയുന്നത്. അപ്പം അവിടെ സമസർവേഷു ഭൂതേഷു, സർവേഷു ഭൂതേഷു സമഹ, എല്ലാ ജീവജാലങ്ങളിലും തുല്യമായിട്ട്. അപ്പം ഏത് ജീവിയെ കണ്ടാലും, നേരത്തെ പ്രഭു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞാലും നായയെ കണ്ടു കഴിഞ്ഞാലും അതിലെ ആ ശരീരത്തെ അല്ല, അതിലുള്ളിലുള്ള ആ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. ആ ഓരോ ജീവിയിലും ഭഗവാൻ പരമാത്മ രൂപത്തിൽ അവിടെയുണ്ട്. ആ രീതിയിൽ, ആധ്യാത്മിക രീതിയിൽ അവർ തുല്യരാണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, എല്ലാം തന്നെ ആത്മീയ സ്ഫുല്ലിംഗങ്ങളാണ്, ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ആത്മീയ തലത്തിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ബ്രഹ്മഭൂത സ്റ്റേജിന്റെ എന്താണ് സിംറ്റംസ്. ഓക്കെ, ലക്ഷണം. ഓക്കെ മാതാജി, ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ. ഇതാണ് 1854. അതൊരു മധ്യമാധികാരിയുടെ സ്റ്റേജിൽ തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഉന്നതാധികാരിയിലേക്ക് വരണമെങ്കിൽ അല്ല, ഇതില് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ആ ബ്രഹ്മഭൂത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉത്തമാധികാരിയാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഞാൻ ആ സെന്റൻസ് വായിക്കാം. ഭഗവത്ഗീത 18:54 എന്റെ നിലപാടനുസരിച്ച് മുക്തന്റെ തലത്തിൽ എത്തിക്കഴിഞ്ഞ, അഥവാ ബ്രഹ്മഭൂത സ്റ്റേജിലായി കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഉത്തമാധികാരി ഭക്തനായി തീരാനും എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം സഹോദരനായി കാണാനും കഴിയുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ബ്രഹ്മഭൂത സ്റ്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തമാധികാരി ആകണം, അല്ലെന്നുണ്ടെങ്കിൽ വൈസ് വേഴ്സ. ഉത്തമാധികാരി ആണെന്നുണ്ടെങ്കിൽ ബ്രഹ്മഭൂത സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ മാതാജി. സോ താങ്ക് യു പ്രഭു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഹരേ കൃഷ്ണ. ഒരാളും കൂടി ചോദിച്ചായിരുന്നു പ്രഭു, ഒരു പ്രഭുവും കൂടി ചോദിച്ചായിരുന്നു ഒരു സംശയം. ഇത് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ ആൻസർ കൊടുത്തല്ലോ, അപ്പൊ കറക്റ്റായി. ഹരേ കൃഷ്ണ. നീ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇനി എന്തെങ്കിലും ഉണ്ടോ? സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആൾറെഡി ഗുണമാല മാതാജി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. എപ്പോഴാണ് മാതാജി സെയിം ശ്ലോകമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ആൾറെഡി ഷി ഹാസ് എക്സ്പ്ലെയിൻ നൈസ്ലി. Yes, Prabhu, you explained nicely also, Prabhu. Thank you very much. Thank you. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നരസിംഹ പ്രാർത്ഥന ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശിലഢാൻകാനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഘ അദ്ഭുതശൃംഗാ ദലിതാ ഹിരണ്യകശിപു തനുഭൃംഗാ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ്
ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് തിങ്കളാഴ്ച സെയിം ടൈം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ. ദീനാനാഥ് പ്രഭു. ഹരേ കൃഷ്ണ. ഇതെങ്ങനെയാ ചെയ്യുന്ന മാതാജി? ആ നേരത്തെ ചെയ്തതിന്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ മാതാജി എനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തേ ഉള്ളൂ. അതെ, ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ.